എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് സുഹൃത്തുക്കളെ. നമ്മുടെ പോളിയൂട്ടൻ ഇന്ന് പവർ ആക്കാൻ പോവാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. പോളിയൂട്ടൻ കുറച്ച് പവർഫുൾ ആക്കാൻ പോവാണ്. നമ്മുടെ അർബൻ ഫ്രീ റൈഡും കാര്യങ്ങളെല്ലാം റീസ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ കുറച്ച് ട്രിപ്പുകൾ കുറച്ച് ബാക്കിലായി നിൽക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യണം. അതിനെക്കാട്ടും മുന്നേ നമുക്ക് ഇന്ന് ക്രാഡിയാക്കിൻ്റെ ആൽഫ ലൈറ്റ് ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് ഫിറ്റ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് വേണം കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കാട്ടിത്തരാം. ആൽഫ ലൈറ്റ് 29 സസ്പെൻഷനുള്ള ക്രാഡിയാക്കിൻ്റെ ബൈക്കാണ്. വീട്ടിലേക്കാണ് അവർ ഡെലിവറി ചെയ്തത്, അല്ലെങ്കിൽ ഷോപ്പിലേക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇത് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ പോളിയൂട്ടനെ ഇത് ചെയ്യാം. അങ്ങനെ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നിങ്ങൾക്ക് ഏത് ബൈക്ക് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. വീട്ടിലേക്ക് എത്തിച്ച് തരും. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ അസംബിൾ ചെയ്തും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബൈക്ക് വേണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവനൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. കളറും കാര്യങ്ങളെല്ലാം ഫുള്ള് ഒരു സാധനം കാണാൻ പറ്റില്ല കേട്ടോ. അതെ ഇതാണ് കളർ വരുന്നത് കേട്ടോ. ഇതാണ് കളർ വരുന്നത്, ഗ്രീൻ കളറ്. ഫുള്ള് പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുള്ള കാരണേ ഒരു സാധനം കാണാൻ പറ്റുന്നില്ല. നമ്മുടെ കത്തിയും സാധനങ്ങളെല്ലാം കടയിലിരിക്കണം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത് വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് പയ്യെ സാധനം അസംബിൾ ചെയ്തിട്ട് നമുക്ക് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ടെക്നീഷ്യനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് വേണം നമുക്ക് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പണികൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെക്നീഷ്യന് കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഇതൊന്നും പൊട്ടിക്കണ്ട, ഇതൊക്കെ കസ്റ്റമർ വന്നിട്ട് പൊട്ടിച്ചാൽ മതി കേട്ടോ. നമുക്ക് വേണ്ടത് ഈ ടയറ് ഊരണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് കൊടുക്കണം, ഈ സാധനങ്ങളും കൊടുക്കണം. ഫിറ്റ് ചെയ്തിട്ട് സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഗൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഇതുണ്ട്. പിന്നെ ഇതിൽ ക്വിക്ക് റിലീസ് വരുന്നുണ്ട്, 2 പെഡൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രൂവ് വരുന്നുണ്ട് കേട്ടോ. ഈ പെഡൽ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂവ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്സിങ് ആയി കഴിഞ്ഞാൽ തന്നെ കസ്റ്റമർ വരുമ്പോഴേക്കും ഞാൻ സെറ്റ് ചെയ്യും. എൻ്റെ കയ്യിൽ വേറെ സ്പെയർ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബെനിഫിറ്റ് വരുന്നത്. പിന്നെ ഫുള്ള് ഗൈഡ്നെസ്സും കസ്റ്റമർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കൂട്ടെ എങ്ങനെ ഗിയർ മാറ്റണം എന്നുള്ള എല്ലാ ഡീറ്റെയിലും. അതൊക്കെയാണ് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സെയിം വണ്ടി വില കുറവിൽ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് കേട്ടോ. അപ്പോൾ ഇത് പയ്യെ ഒന്ന് ഉരുട്ടെ കഴിച്ച്. എൻ്റെ കയ്യിൽ നൈഫ് കടയിലിരിക്കണേ, അത് മാത്രം ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് അസംബിൾ ചെയ്തിട്ട് നമുക്ക് ഈ ടയർ ഊരിയെടുക്കണം. ടയർ ഊരിയെടുത്തിട്ടാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ മോനെ ഇവർ പാക്കിങ് മാരക പാക്കിങ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിലാണ് പാക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് സൂക്ഷിച്ചെടുക്കണം. നിങ്ങളിപ്പോൾ ഇവിടെ നിന്നല്ലെങ്കിൽ കൂടി സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ ഇവിടെയും ഒരു ഇതുണ്ട് കേട്ടോ. അതാണ് കിട്ടാത്തത്. കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് അവർ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ആ സ്പോക്കും സാധനങ്ങളൊക്കെ പൊട്ടും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. അതാ ടയർ ഊരിയെടുത്തിട്ടുണ്ട്. ടയർ ഊരിയെടുത്തിട്ട് ഡിസ്ക് ബ്രേക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് സാധനം ഫിറ്റ് ചെയ്താൽ മതി. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ. നിങ്ങൾ തെറ്റിദ്ധരിക്കിരിക്കും. ഞാനല്ല ഇത് ഫിറ്റ് ചെയ്യണത് കേട്ടോ. ഞാനല്ല ഇത് ഫിറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ടെക്നീഷ്യനെ വരുത്തിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുകയുള്ളൂ. ഇതൊക്കെ ഞാൻ ആൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കൂടുതൽ ചെയ്യണതാണ് കേട്ടോ. അത് വേറെ ഇതുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യണത്. അപ്പോൾ ഇതൊന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടയറിൻ്റെ പരിപാടി കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഫുള്ള് സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ക്രാഡിയാക്ക് ആൽഫ ലൈറ്റ് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹിമാലയൻ ട്രയലിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഓട്ടോയിലാണ് അവർ തിരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവരണത് കസ്റ്റമർ. അപ്പോൾ ഇത് അഴിക്കണില്ല കേട്ടോ. ഞാൻ അവർ വന്നിട്ട് അഴിക്കണമെങ്കിൽ അഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളാണോ സൈക്കിള്? എന്താ പേര്? അർജുൻ. അടിപൊളി. എവിടെ വീട് വരുന്നത്? പുതുക്കാട് ആ സൈഡ്. ഇവനാണ് ഇപ്പുറത്തേക്ക്. ഇവനാണ് സൈക്കിൾ ഓർഡർ ചെയ്തത്. ഒരു ഹായ് പറഞ്ഞു.
ഗൈസ് അങ്ങനെ എങ്ങനെ ഗിയർ മാറ്റണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, ബൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി നമുക്കൊരു റോഡ് ബൈക്ക് ഉണ്ട്. ഇനി ഫുള്ള് ടോഡിൻ്റെ വണ്ടികളോട് ഇരിക്കണം കേട്ടോ, റെഡി ആക്കിയിട്ട് ഇനി ഓർഡർ ചെയ്തിട്ട് വരാനുണ്ട്. സാധനം ഓൺലൈനിൽ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്സ് മിസ്സിങ് ആയാൽ തന്നെ നിങ്ങൾക്ക് ഒരു വഴിയില്ല, അവരെ കോൺടാക്ട് ചെയ്ത് പിന്നാലെ നടക്കണം. ഈ നമ്മൾ ചില സൈക്കിളുകളൊക്കെ 4000 രൂപ വരെ കുറവിനാണ് ഓൺലൈനിൽ കിട്ടുന്നതിനെക്കാട്ടും കുറവിനാണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തരണത്. നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ആ നമ്പറിൽ വിളിച്ചാൽ മതി. സോ ഇനി നമുക്ക് ഡെക്കാത്തലോണുമായിട്ട് നമ്മുടെ പണ്ടത്തെ പരിപാടി, ആദ്യത്തെ പരിപാടിയിൽ നോക്കാം. പോളിവുട്ടനെ നമുക്ക് പവർ ആക്കാം കേട്ടോ. എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നേരെ നമുക്ക് ഡെക്കാത്തലോണിൽ പോകാൻ സുഹൃത്തുക്കളെ, എന്നിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. സോ ഗൈസ് അങ്ങനെ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു നോക്കൂ. ദി സ്പോർട്സ് പ്ലേ ഗ്രൗണ്ട് അല്ല, സ്റ്റോർ പ്ലേ ഗ്രൗണ്ട്, യുവർ സ്റ്റോർ പ്ലേ ഗ്രൗണ്ട് ഡെക്കാത്തലോണിൽ എത്തുന്നുണ്ട്. ഡെക്കാത്തലോണിൽ നമ്മൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സാധനം വാങ്ങാനുണ്ട്. നമ്മുടെ എയർ സസ്പെൻഷൻ്റെ സാധനം ഒരെണ്ണം, ഒരു ജുഗാഡ് പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ പോണ്ടിച്ചേരി പോകുന്നുണ്ട്, അപ്പോൾ അതിന് കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട്. ഈ 2 ഉദ്ദേശത്തിലാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ കാട്ടിത്തരാം സുഹൃത്തുക്കളെ. 99 രൂപയ്ക്ക് മൈക്രോ ഫൈബർ ടവലോ അത് വാങ്ങിയാലോ ജിമ്മിൽ പോകുമ്പോൾ വർക്കൗട്ട് ചെയ്യാൻ. ജിമ്മിൽ ഇനി അതില്ലാണ്ട് കയറ്റില്ല എന്ന് പറഞ്ഞു നോക്കണേ. സോ നമുക്ക് പയ്യെ കയറാം കേട്ടോ. ഗൈസ് നിങ്ങൾ ഡെക്കാത്തലോൺ വരുമ്പോൾ ബാഗ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ബാഗൊക്കെ ഇപ്പോൾ കയ്യിൽ വയ്ക്കാം. പക്ഷേ എനിക്കറിയണ്ടായിരുന്നില്ല, പുതിയ റൂളാണെന്നുണ്ട്. ബാഗ് ഇപ്പോൾ കയ്യിൽ വയ്ക്കാം സുഹൃത്തുക്കളെ. ബാഗ് കയ്യിൽ വയ്ക്കാം കേട്ടോ, എന്നോട് വെച്ചോ എന്ന് പറഞ്ഞു. സാധനം ഇവിടെ 1500 രൂപ, 1450 ബാക്കിലത്തെ കാരിയർ കേട്ടോ. ഇതിനെക്കാട്ടും നല്ലത് ഓൺലൈനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കാശ്മീരിന് പോയപ്പോൾ ആമസോണിൽ നിന്നാണ് ഞാൻ ഈ സാധനം വാങ്ങിയിട്ടുണ്ട്, ബാക്കിലത്തെ കാരിയർ. നമുക്ക് വേണ്ട സാധനം ഇതാണ് വരണത് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വാൽവ്, എല്ലാ വാൽവിനും ഇത് എയർ അടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഹാൻഡ് പമ്പ് ഉണ്ട്. അപ്പോൾ ഈ ഹാൻഡ് പമ്പ് ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട്, പഴയ മോഡൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ റോക്ക് ഷോക്കിൻ്റെ സസ്പെൻഷൻ എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വെച്ചിട്ട്. റോക്ക് ഷോക്കിൻ്റെ സസ്പെൻഷന് ഞാൻ വില നോക്കിയപ്പോൾ സസ്പെൻഷൻ എയർ അടിക്കുന്ന സസ്പെൻഷൻ ഞാൻ നോക്കിയപ്പോൾ നല്ല പ്രൈസ് കണ്ടിട്ട് കേട്ടോ. 2000-3000 രൂപയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് റോക്ക് ഷോക്കിൻ്റെ സസ്പെൻഷൻ ഫോർക്ക് എയർ അടിക്കണത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ പരിപാടി നടക്കൂട്ടോ, ഞാൻ കാട്ടിത്തരാം വീട്ടിൽ പോയിട്ട്. പക്ഷേ ഇതിൻ്റെ കാര്യം നടക്കണമെങ്കിൽ ഇതിൻ്റെ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എത്ര ഇതായെന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് നോക്കണം. അത് പറ്റില്ല, അതാണ് ഒരു ഇഷ്യൂ. അത് പിന്നെ വേറെ ഏതെങ്കിലും നോക്കാം. പക്ഷേ സാധനം കിട്ടി. ഇതാണ് സാധനം ഗൈസ്. പുതിയ ബൈക്ക് വന്നതാണെന്ന് കേട്ടോ, ന്യൂ അറൈവൽ എക്സ്പ്ലോർ 40 എന്ന് പറഞ്ഞിട്ട്. എക്സ്പ്ലോർ 40 അതുപോലെ തന്നെ എക്സ്പ്ലോർ 50 18,999 കേട്ടോ. ലൈറ്റ് വെയ്റ്റ് അലുമിനിയം ഫ്രെയിം, വെയ്റ്റ് ഇത്. ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ മൈക്രോ ഷിഫ്റ്റ്. ഓഫ് അവിടെ പോയി. പിന്നെ ബ്രേക്ക്, വി ബ്രേക്കോ ഇതൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. പിന്നെ റിം ബ്രേക്കാണ്. ഫയൽ പോയി ഗൈസ്. 19,000 രൂപയ്ക്ക്. 19,000 രൂപയ്ക്ക് കേബിളും പുറത്തേക്കൂടെയാണ് കേബിളും വരുന്നത് കേട്ടോ. പുറത്തേക്കൂടെ കേബിൾ വൻ സീനാ. പുറത്തേക്കൂടെ കേബിള് 80mm ട്രാവൽ വരുന്ന സസ്പെൻഷൻ വരുന്നുണ്ട്. 80mm ട്രാവലുള്ള സസ്പെൻഷൻ വരുന്നുണ്ട്. ഈ ടയർ കൊള്ളാം കേട്ടോ. ഇതിൻ്റെ ടയർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ താഴ്ത്തി കൂടെ വരുന്നത് സീനാണ്. അത് പെട്ടെന്ന് ഇത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താ മൈക്രോ ഷിഫ്റ്റാണ് കേട്ടോ വരണേ. മൈക്രോ ഷിഫ്റ്റാണ് സുഹൃത്തുക്കളെ വരണേ. അത് 50. എക്സ്പ്ലോർ 40 ഇതാ വരണേ കേട്ടോ. എക്സ്പ്ലോർ 40 സ്റ്റീൽ ഫ്രെയിം ആണെന്നുണ്ട്. എക്സ്പ്ലോർ 40 സ്റ്റീൽ ഫ്രെയിമാണ് വരണത്. 16,999 കേട്ടോ എക്സ്പ്ലോർ 40. പിന്നെ വേറെ ഇപ്പുറത്ത് ഏതാ, ഞാൻ ആദ്യമായിട്ടാണ് കാണട്ടെ ഈ മോഡൽ. എക്സ്പ്ലോർ 30. എക്സ്പ്ലോർ 30 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു മോഡലുണ്ട് കേട്ടോ. ഇങ്ങനൊരു മോഡലുണ്ട്, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നോക്കാം. പിന്നെ ഏതാ, ഇവിടെ തൊട്ട് എക്സ്പ്ലോർ 30. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്ലോർ 40, എക്സ്പ്ലോർ 50. കൊള്ളാം. എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇവിടെ ബൈക്ക് ഇരിക്കുന്നുണ്ട്. മൈക്രോ ഷിഫ്റ്റാണ് വരണത്. അടിയിലാണ്. ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് അല്ല. ഈ ബ്രേക്ക് ഇതാണ് വരണത് കേട്ടോ. ഡിസ്ക് ബ്രേക്ക് അല്ല, നോർമൽ ബ്രേക്കാണ് വരണത്. ട്രാവൽ 80mm ട്രാവലുള്ളൂ. ഹാർടെക്സിൻ്റെ ടയർ. കൊള്ളാം.
വേറെ നോക്കാം ഗൈസ്. ഇനി ഡ്രസ്സൂനെ എടുത്തിട്ട് ഇവിടുന്ന് പോയി നീങ്ങാട്ടാ, എന്നിട്ട് നമുക്ക് ഈ പരിപാടി നോക്കാം. ഗൈസ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇതാണ് നമ്മുടെ സാധനം വരണത് കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സസ്പെൻഷനിൽ എയർ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സസ്പെൻഷൻ്റെ ഇതൊന്ന് കാട്ടിത്തരാം കേട്ടോ. ഈ സസ്പെൻഷനിൽ എയർ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതാവുമ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ പറ്റും. ജൂണോ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ജൂണോ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് ആക്കി 2-3 ദിവസത്തേക്ക് മാത്രം കേട്ടോ. ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് ജൂണോനെ ആക്കിയിട്ടുണ്ട്. സോ ഇതിങ്ങനെ കണക്ട് ചെയ്യണത് ഞാൻ കാട്ടിത്തരാം. നമ്മുടെ നാട്ടിൽ എയർ സസ്പെൻഷൻ ഒന്നും അധികം ആരും ഉപയോഗിക്കാത്ത കാരണമാണ് ഈ പ്രശ്നം വരുന്നത് കേട്ടോ. കാരണം ഈ സാധനങ്ങൾ ഒറ്റ കടയിലോ ഒരിക്കലും സാധനം കിട്ടാനില്ല. സസ്പെൻഷനിൽ എയർ അടിക്കാനുള്ള ടൂള് ഇത് ശരിക്കും സസ്പെൻഷനിൽ എയർ അടിക്കേണ്ട ടൂളല്ല. ഇത് ആക്ച്വലി ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ട, ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സസ്പെൻഷനിൽ എയർ കുറവുണ്ടെങ്കിൽ കുറച്ച് എയർ അടിക്കും ചെയ്യാൻ സുഹൃത്തുക്കളെ. ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് സ്പെഷ്യലായിട്ടുള്ളൊരു ടൂളുണ്ട്, എയർ സസ്പെൻഷൻ എയർ അടിക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷേ അതിനെക്കാട്ടും ബെറ്റർ ഇതാണ്. അതിനെക്കാട്ടും മുന്നേ ഇവിടെ എത്ര വെയിറ്റാണ് ഞാൻ വരണത് അതിനനുസരിച്ചിട്ട് വേണം ഇതടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. റൈഡറിൻ്റെ വെയിറ്റ് ഞാൻ 72-നും 81-നും ഇടയിലാണ് എൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. 72-81. അപ്പോൾ 85 മുതൽ 100 PSI വരെ അടിക്കാം കേട്ടോ. 85 മുതൽ 100 PSI വരെ എൻ്റെ വെയിറ്റിന് അടിക്കാം. ഇവിടെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ 85-നും 100-നും ഇടയ്ക്ക് അല്ലേ, 85-നും 100-നും ഇടയ്ക്ക് കേട്ടോ. എന്താടാ ആ, അപ്പോൾ നമുക്ക് എയർ അടിക്കാം. ഗൈസ് കേറില്ല കേട്ടോ. പക്ഷെ എത്ര PSI ആണെന്നുള്ളത് അറിയാൻ പറ്റണില്ല. അതിന് വേറെ എന്തെങ്കിലും വേണ്ടി വരും തോന്നുന്നുണ്ട്. സീൽഡ് ഈ സാധനം സസ്പെൻഷനാണ് മെയിൻ ഇത് വരുന്നത് കേട്ടോ. ഞാൻ ഒന്ന് അമർത്തി നോക്കട്ടെ. ആ, ഇത് ആവശ്യത്തിനായിട്ടുണ്ട് കേട്ടോ. കയറി ഇരുന്നിട്ട് അമർത്തി നോക്കുമ്പോൾ എയർ കൂടുതലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് എയർ കുറച്ച് കൂടുതലാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ച് എയർ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ കളയാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ആ, ഇത് പിന്നെയും കുഴപ്പമില്ല നമുക്ക് കുറച്ചുകൂടി. ഓക്കെ, ഇത് സെറ്റാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജുഗാഡ് പരിപാടി. ഇത് വെച്ച് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് പക്ഷെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല എത്ര PSI ആണെന്നുള്ളത്. പക്ഷെ സാധനം എയർ ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വേറെ വല്ല കടയിലും കൊണ്ടുപോയിട്ട് ഇത് എത്ര പ്രഷർ ഉണ്ടെന്ന് ഇതിൽ ചെക്ക് ചെയ്യാം. അത് കുഴപ്പമില്ല. അപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും നാൾ കാത്തിരുന്നത് കേട്ടോ. കുറേ ഞാൻ അന്വേഷിച്ചു. ആദ്യം ഒറിജിനൽ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ വേറൊരു സുഹൃത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു ചെറിയൊരു ഉടായിപ്പ് പരിപാടി ഉണ്ട്, സാധനം സക്സസ് ആണ്, കാര്യം നടക്കുന്നു പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് എത്തിച്ചത് സുഹൃത്തുക്കളെ. ഏകദേശം 10,2,500 രൂപ 3,000 രൂപയ്ക്ക് താഴെ എന്തായാലും ചിലവ് വരേണ്ട കാര്യമായിരുന്നു. ഞാൻ വെറും 400 രൂപയ്ക്ക് 399 രൂപയ്ക്ക് ഈ പരിപാടി തീർത്തത് കേട്ടോ. ആ സസ്പെൻഷൻ ക്ലിയർ ചെയ്തത്. അതിൻ്റെ സസ്പെൻഷൻ ഒറിജിനൽ സാധനം വാങ്ങുകയാണെങ്കിൽ എന്തായാലും 2,500 എന്തായാലും പോവും. സസ്പെൻഷൻ റോക്ക് ഷോക്കിൻ്റെ സസ്പെൻഷൻ്റെ ഇത് വാങ്ങണമെങ്കിൽ, പമ്പ് വാങ്ങണമെങ്കിൽ എന്തായാലും പരിപാടി ഗംഭീരമായിട്ട് പരിപാടി തീർന്നിട്ടുണ്ട്. ഫുള്ള് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. സാധനം ഫുൾ വീഡിയോ ഇനി അർബൻ ഫ്രീ റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. നാളെ ഞങ്ങൾ പോണ്ടിച്ചേരി പോവുകയാണ് സുഹൃത്തുക്കളെ. പോണ്ടിച്ചേരി വ്ളോഗ് ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ അർബൻ ഫ്രീ റൈഡായിട്ട് ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കിയോട്ടെ. സോ സ്റ്റേ ട്യൂൺഡ്. കിടലം വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.